നമസ്കാരം. ഈ സൈബർ ക്രൈമുകളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു വ്യക്തമായൊരു ധാരണയില്ല. എന്തൊക്കെയാണ് സൈബർ ക്രൈമുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വരുന്ന ശിക്ഷ? അത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ വിദേശ രാജ്യത്തേക്കൊക്കെ വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് അല്പസ്വല്പം മദ്യമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിപ്പോൾ മദ്യം കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം കിട്ടുന്നത്. മദ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി കഴിഞ്ഞ് തോന്നിയ കമൻറ്റുകൾ ഇടാം എന്ന് കരുതരുത്. ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് ഞാനിട്ട ഒരു പോസ്റ്റിനകത്ത് എനിക്കറിയുന്നൊരു വ്യക്തി എനിക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ കമൻറ്റുകൾ ഇട്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നതെന്ന് കരുതി. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പം ഈ കമൻറ്റുകളെല്ലാം അവൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അന്നേരം വേറൊരു മൂഡിലായിരുന്നു, ഞങ്ങളൊരു പാർട്ടി കഴിഞ്ഞ് വന്നായിരുന്നു, അന്നേരത്തെ ഒരു അവസരം ഇട്ട് പോയാൽ സോറി എന്ന് പറഞ്ഞു. മര്യാദ. എനിക്കതിനകത്ത് വിഷമം ഉണ്ടായെങ്കിലും എനിക്ക് അന്നേരം അവൻ്റെ അവൻ ചെയ്ത് തെറ്റാന്ന് അവൻ തന്നെ തിരിച്ചറിഞ്ഞപ്പം എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ ചില ആൾക്കാർ അങ്ങനല്ല. അവർ ഈ മദ്യലഹരിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്താതിലായിരിക്കാം, വളരെ മോശപ്പെട്ട കമൻറ്റുകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ പോസ്റ്റുകളിലൊക്കെ കയറിയിടും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എനിക്കറിയുന്നൊരു സംഭവം, ആ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. ആ സ്ത്രീയെപ്പറ്റി വളരെ മോശമായ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പം ഈ മോശപ്പെട്ട കമൻ്റ് ഇട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ മോശപ്പെട്ട അഭിപ്രായം ഇട്ട വ്യക്തി ഫേക്ക് ഐ ഡിന്നൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ ഫേക്ക് ഐ ഡികളൊക്കെ ഉണ്ടാക്കും, ഫേക്ക് ഐ ഡി വെച്ച് ചെയ്യുമായിരുന്നു. ഇന്ന് ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണോ, അതിൻ്റെ താല്പര്യമില്ലാത്തതാണോ, അതിൻ്റെ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. സ്വന്തം ഐ ഡി തന്നെയാണ്. നമ്മൾ ഈ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റത്തില്ല, അതാ സത്യം. പക്ഷേ ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പോലീസിൻ്റെ അധികാരത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതിനൊന്നും ഒരു തടസ്സമില്ല. അവർക്ക് നോർമലി നമ്മുടെ ഇന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. അപ്പം നമ്മളുടെ ഫാമിലി ഫോട്ടോ, ഭാര്യയും ഭർത്താവും മക്കളും ഇരിക്കുന്ന ഫോട്ടോ, അല്ല വീടിൻ്റെ അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണ്, അല്ല നമ്മുടെ ഇതിൻ്റെ IP കാര്യങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടും. ഇയാളെ വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ക്ഷമ പറയാൻ തുടങ്ങി. അത് അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ ഈ കേസിൽ നിന്ന് പിന്മാറാൻ താല്പര്യമില്ല. കാരണം അതുപോലെ ഇയാൾ വളരെ മോശമായ രീതിയിൽ വളരെ അശ്ലീലം കലർന്ന വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞ കേസ് കഴിഞ്ഞാൽ ഇത്ര ഒരുപാട് ആൾക്കാരുണ്ട്. ഇയാൾക്ക് കിട്ടുന്നൊരു അനുഭവം മറ്റൊരാൾക്ക് പാഠമായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് കുറേ നാളായിട്ട് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, കേസ് നടക്കുകയാണ്.